ഏറെ ശ്രദ്ധേയമായ ഒരു തലവാചകം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നിങ്ങളുടെ മേഖലാ സമ്മേളനം നടക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സാമൂഹ്യ മുന്നേറ്റം മാനവികതയിലൂടെ എന്നതാണ് തലവാചകമായി നിങ്ങളെടുത്തിട്ടുള്ളത്. MSSനെ അടുത്തും അകലെയും നിന്ന് വീക്ഷിച്ചൊരു വ്യക്തിയാണ് ഞാൻ. സാമാന്യം ഉയർന്നു നിൽക്കുകയും വളരെ വൃത്തിയിൽ സാംസ്കാരിക രംഗത്ത് ഇടപെടുകയും മുസ്ലിം സംഘടനകൾക്കിടയിൽ തന്നെ പലപ്പോഴും ആശയപരമായ വൈവിധ്യങ്ങൾ നിലനിൽക്കെ തന്നെ യോജിപ്പിൻ്റേതായ വ്യത്യസ്തമായ വേദികൾ പലപ്പോഴായി സംഘടിപ്പിച്ചു വരികയും ചെയ്യുന്ന, ശാന്തമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായിട്ടാണ് ഞാൻ MSSനെ കാണുന്നത്. തീർച്ചയായിട്ടും MSSൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉയർത്തപ്പെട്ടിരിക്കുന്ന ഈ ആശയം അല്ലെങ്കിൽ ഈ തലവാചകം എന്ന് പറയുന്നത് സമകാലിക പ്രസക്തിയേറെയുള്ള ഒരു തലവാചകമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. സാമൂഹ്യ മുന്നേറ്റത്തിന് മാനവിക മൂല്യങ്ങളുടെ അനിവാര്യത ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, മനുഷ്യൻ, മാനവിക മൂല്യങ്ങൾ, സമൂഹം എന്നതെല്ലാം ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ എന്ന് പറയുന്നത് മാറുകയും വംശം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഘടകമായി മാറുകയും ചെയ്ത ഒരു പുതിയ കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ലോകം ഒരുപാട് വളരുമ്പോഴും ലോകത്തിൻ്റെ വളർച്ചയോടൊപ്പം വളരാതെ പോയത് എന്താണ് എന്ന് ചോദിച്ചാൽ ഈ മാനവികമായ മൂല്യങ്ങളും അതുപോലെ തന്നെ മനുഷ്യൻ എന്ന് പറയുന്ന വലിയ ആശയവുമാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ്. നമ്മുടെ രാജ്യം ഒരുപാട് വികസിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ആശയപരമായി നാം വികസിച്ചിരിക്കുന്നു, ശാസ്ത്രീയമായി നാം ഒരുപാട് വളർച്ച നേടിക്കഴിഞ്ഞിരിക്കുന്നു. സാങ്കേതിക വിദ്യയിൽ നാം അത്ഭുതപൂർവമായ വളർച്ച കൈവരിക്കാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു. ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭാവനയിൽ കാണാൻ കഴിയാത്ത വളർച്ചയാണ് ഇന്ന് സാങ്കേതിക വിദ്യയിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്താണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിർമ്മിത ബുദ്ധി സാമൂഹ്യ ജീവിതത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ഈ പരിപാടിയിലേക്ക് വരുമ്പോൾ ഞാൻ MSSൻ്റെ ഒരു പരിപാടിയിലേക്കാണ് പോകുന്നത്. അതിലെനിക്ക് നടത്തേണ്ടുന്ന പ്രഭാഷണം എന്ന് പറയുന്നത് ഈ പറയുന്ന സാമൂഹ്യ മുന്നേറ്റത്തിനുള്ള മാനവിക മൂല്യങ്ങളുടെ പങ്കിനെക്കുറിച്ചാണ് എന്ന് ഞാൻ അടിച്ചു കൊടുത്താൽ എനിക്കിവിടെ എന്താണ് പ്രഭാഷണം നടത്തേണ്ടത് എന്ന് എനിക്ക് കൃത്യമായി നോട്ട് തരുന്ന സാങ്കേതിക വിദ്യ ഉള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയേറെ കാലം പുരോഗമിച്ച ഒരു യുഗത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ശരാശരി ആയുസ് ഇന്ന് 1000 വർഷങ്ങൾക്കുള്ള ആളുകളുടെ ഇതിൽ നിന്ന് വ്യത്യസ്തമായി 3 ഇരട്ടിയായി വർദ്ധിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ കാലഘട്ടം എന്ന് പറയുന്നത്. ഏതാണ്ട് ഒരു MBBS കഴിഞ്ഞ് ഒരു വിദ്യാർത്ഥി പുറത്തിറങ്ങുമ്പോൾ അവൻ്റെ പഠിച്ചതിൽ പകുതിയും ഔട്ട്ഡേറ്റായി പോകുന്ന അർത്ഥത്തിലാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് വൈജ്ഞാനിക രംഗത്തും വളർച്ച ഇന്ന് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രഡിക്ഷൻസ് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ അടുത്ത് അതുമായി ബന്ധപ്പെട്ട് റേ കുർസ്വെൽ എന്ന് പറയുന്ന, അതിനെക്കുറിച്ച് ബിൽ ഗേറ്റ്സ് പറയുന്നത്, അദ്ദേഹം പറയുന്നത് ഇത്തരം ടെക്നോളജിയുമായി ബന്ധപ്പെട്ട പ്രഡിക്ഷനിൽ ഏറെ മുന്നോട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ വിജയിച്ച, അതുപോലെ തന്നെ പലപ്പോഴും ഒരു 70 അല്ല 80% വിജയിക്കാറുള്ള ഇദ്ദേഹം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയൊരു പ്രവചനം എന്ന് പറയുന്നത് 2029 കമ്പ്യൂട്ടർ മനുഷ്യൻ്റെ പൂർണ്ണബുദ്ധി പ്രാപിക്കുമെന്നുള്ളതാണ്. നമുക്കതിനോട് ഡിബേറ്റ് ചെയ്യാം, പക്ഷേ ആ അർത്ഥത്തിലുള്ള പ്രഡിക്ഷൻ വരെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഈ കാലം എന്ന് പറയുന്നത്. 2030 സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ നാനോ ബോട്ടുകളും കൂടി ചേർന്ന് മനുഷ്യനിലുള്ള എല്ലാ രോഗങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന ഒരു കാലം വരാനിരിക്കുന്നു എന്ന് തുടങ്ങിയുള്ള ഒരുപാട് പ്രവചനങ്ങളാണ് ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കാർ ഓടിക്കാൻ ഡ്രൈവർമാർ വേണ്ടതില്ല, ഓട്ടോണമസ് കാറുകൾ നിർമ്മിക്കുന്നിടത്തേക്ക് കമ്പനികൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലും മനുഷ്യരെവിടെയാണ് നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ, ശാസ്ത്രം വളരുമ്പോൾ, സാങ്കേതിക വിദ്യ വളരുമ്പോൾ അതിനനുസൃതമായി മനുഷ്യൻ എന്ന് പറയുന്ന ആശയം വളരാതെ പോകുന്ന, നമ്മൾ പലപ്പോഴും പ്രഭാഷണങ്ങളിൽ പലപ്പോഴായി ഉദ്ധരിക്കാറുള്ളത് പോലെ ഡയോജനിസ് ഒരു കാലഘട്ടത്തിൽ നട്ടുച്ച നേരത്ത് വെളിച്ചം തെളിച്ചുകൊണ്ട് അദ്ദേഹം നടക്കുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് പരതുന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ മനുഷ്യനെ പരതുകയാണ് എന്ന്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഡയോജനീസ് നട്ടുച്ച നേരത്ത്, പട്ടാപ്പകൽ നേരത്ത് വെളിച്ചം കൊളുത്തിയിട്ട് മനുഷ്യനെ തേടുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞുപോയെങ്കിൽ സമാനമായ സ്വഭാവത്തിലുള്ള ഒരു തലത്തിലാണ് ഇന്നും ആധുനിക മനുഷ്യൻ നിലകൊള്ളുന്നത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. മനുഷ്യൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
വംശത്തിന് വഴിമാറുകയും മാനവികത എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ വംശീയതയായി മാറുകയും ചെയ്ത ഒരു കാലമാണ് ഈ കാലം എന്ന് പറയുന്നത്. മാനവിക മൂല്യങ്ങളിൽ നിന്ന് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് എന്തിനെക്കുറിച്ചാണ്? മനുഷ്യരോടുള്ള സ്നേഹം, അതുപോലെ തന്നെ കാരുണ്യം, സഹാനുഭൂതി, അതോടൊപ്പം തന്നെ മനുഷ്യരോടുള്ള ആദരവ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് മനുഷ്യനെക്കുറിച്ച്, വലഖദ് കറംനാ ബനി ആദം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ആദരിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഏറ്റവും നല്ല ത്വയ്യിബാത്ത് അവർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ സംവിധാനിച്ചിരിക്കുന്നു എന്നും ഖുർആൻ പറയുന്നുണ്ട്. ദൈവം ആദരിച്ചിരിക്കുന്നു മനുഷ്യനെ. ആ ദൈവം ആദരിച്ച മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന ആദരവ് കൊടുക്കാത്ത ഒരു സാമൂഹ്യ ക്രമത്തിലാണ് നമ്മളെല്ലാവരും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യൻ എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ച് തന്നെ കടങ്കഥകൾ അല്ലെങ്കിൽ കെട്ടുകഥകളാണ് ഇന്ന് സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാണ് മനുഷ്യൻ എന്നതിനെക്കുറിച്ച്? യൂറോപ്പാണ് മനുഷ്യൻ എന്ന് പറയുന്ന ആശയത്തെ വികസിപ്പിച്ചെടുത്തത് എന്നും അതുകൊണ്ട് തന്നെ യൂറോപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് നവോത്ഥാനത്തിൻ്റെ തുടക്കമെന്നും അത് മനുഷ്യനിൽ നിന്നാണ് മാനവികത ഉണ്ടായത് എന്നും അതിൽ നിന്നാണ് സ്വാതന്ത്ര്യമുണ്ടായത് എന്നും അതിൻ്റെ തുടർച്ചയാണ് ഫ്രഞ്ച് വിപ്ലവം എന്നുമൊക്കെ കൊട്ടിഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം ആരാണ് മനുഷ്യരെന്നും എന്താണ് മനുഷ്യനുള്ള ആദരവ് എന്നും വളരെ കൃത്യമായ ദിവ്യബോധനത്തിലൂടെ ലഭിച്ച ഒരു ജനസമൂഹത്തിൻ്റെ പിന്മുറക്കാരാണ് നമ്മളെന്ന് നമുക്കറിയാവുന്നതാണ്. യൂറോപ്പിൻ്റെ നവോത്ഥാനത്തിന് മുമ്പേ ലോകത്ത് മനുഷ്യ സമൂഹത്തെ അന്നാസ് എന്ന് പ്രയോഗിച്ച ഒരു ദർശനമാണ് നമ്മുടെ എല്ലാം കൈകളിലുള്ളത്. അന്നാസ് എന്ന് പറഞ്ഞാൽ മാസ് എന്നാണ്, മനുഷ്യൻ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബനി ആദം എന്ന അർത്ഥത്തിൽ മനുഷ്യൻ, ആദമിൻ്റെ മക്കൾ എന്ന സ്വഭാവത്തിൽ മനുഷ്യ സമൂഹത്തെ പ്രയോഗിച്ചത് മനുഷ്യൻ്റെ ആരംഭം മുതൽ തന്നെ ഉള്ള പ്രയോഗമാണ്. അങ്ങനെയുള്ള വളരെ കൃത്യമായി മനുഷ്യൻ എന്ന് പറയുന്ന ആശയത്തിൻ്റെ മഹത്വം ഉദ്ഘോഷിക്കുകയും അതുപോലെ തന്നെ ദൈവം ആദരിച്ച സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന് കൃത്യമായി സമൂഹത്തെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദർശനത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കാലഘട്ടത്തെ വിലയിരുത്തേണ്ടത്. നമുക്കറിയാം യൂറോപ്പ് എന്ന് പറയുന്നത് ഇന്ന് ഈ പറയുന്ന യൂറോപ്പ് യഥാർത്ഥത്തിൽ നവോത്ഥാനത്തിൻ്റെ മേനി പറയുന്ന ഒരു വലിയ സംവിധാനമാണ്. അഥവാ അവരാണ് നവോത്ഥാനത്തിൻ്റെ തുടക്കക്കാരെന്നാണ് ലോകത്തോട് ഉദ്ഘോഷിക്കാറുള്ളത്. പക്ഷേ ഏറ്റവും കൂടുതൽ ഈ വംശീയ ഭ്രാന്ത് അഥവാ മനുഷ്യത്വത്തിന് നിരക്കാത്ത വംശവിശുദ്ധിയുടെ അടിസ്ഥാനത്തിലുള്ള ഡിസ്ക്രിമിനേഷനും അതുപോലെ തന്നെ വംശീയ ഉന്മൂലനവും നടക്കുന്ന മണ്ണായി ഇന്ന് യൂറോപ്പ് മാറിയിരിക്കുന്നു. എവിടം വരെ എത്തിയെന്ന് ചോദിച്ചാൽ പ്ലേ ഗ്രൗണ്ടുകളിൽ വരെ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള വിവേചനങ്ങളാണ്, വംശീയമായ വിവേചനങ്ങളാണ്. ഈ അടുത്ത് കോപ്പ അമേരിക്ക കഴിഞ്ഞു. ആ കോപ്പ അമേരിക്ക കഴിഞ്ഞ നമ്മുടെ കൂട്ടത്തിൽ വ്യത്യസ്തമായ ഫുട്ബോളിനെ ആ അർത്ഥത്തിൽ അങ്ങേയറ്റം ആവേശത്തോടു കൂടി പിന്തുണക്കുന്നവരും അല്ലാത്തവരും ഒക്കെ ഉണ്ടാകാം. പക്ഷേ ആ കളി കഴിഞ്ഞിട്ട് അതിൻ്റെ അത്യാഹ്ലാദത്തിനകത്ത് അർജൻറ്റീന വിളിച്ചു പറഞ്ഞത് ഫ്രാൻസിലെ ഒരു ജനവിഭാഗത്തിന് നേരെയുള്ള വംശീയ അധിക്ഷേപമാണ്. എവിടെ നമ്മൾ എത്തിയെന്ന് പറയുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യുഗത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോഴും നമുക്ക് മനുഷ്യനെ അംഗീകരിക്കാൻ കഴിയുന്നില്ല, മനുഷ്യ സമൂഹത്തെ ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയുന്നില്ല. തൊലി നിറത്തിൻ്റെ പേരിലാണ് ഇന്നും യൂറോപ്പിൽ അതുപോലെ തന്നെ അമേരിക്കൻ നാടുകളിലെല്ലാം മനുഷ്യർക്ക് നേരെയുള്ള അപരവൽക്കരണം നടന്നുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഒരു പക്ഷം മറന്നു കാണില്ല, ജോർജ് ഫ്ലോയ്ഡ് എന്ന് പറയുന്ന ഒരു കറുത്ത മനുഷ്യൻ ഇന്നും നമ്മുടെ മനസ്സിൽ പലപ്പോഴും നൊമ്പരം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആരാണ് ജോർജ് ഫ്ലോയ്ഡ് എന്ന് ചോദിച്ചാൽ ഒരു കറുത്തവനായൊരു മനുഷ്യനാണ്. അമേരിക്കക്കാരനായ ഒരു പോലീസുകാരൻ്റെ ബൂട്ടിനടിയിൽ കിടന്ന 8 മിനിറ്റ് പടയുന്നത് ലോകം സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ്. 8 മിനിറ്റ് പടഞ്ഞ് എന്നിട്ട് 8 മിനിറ്റ് 46 സെക്കൻഡ് കൊണ്ട് അയാൾ മരണപ്പെടുകയാണ്, പടഞ്ഞു മരിക്കുകയാണ്. ഈ അർത്ഥത്തിൽ ഒരു പട്ടാളക്കാരൻ്റെ ബൂട്ടിനിടയിൽ, ഒരു പോലീസുകാരൻ്റെ ബൂട്ടിനിടയിൽ കിടന്ന് കൊല്ലപ്പെട്ടു എന്ന് ചോദിച്ചാൽ അയാൾ ഒരു കറുത്തവനായി എന്നുള്ളത് കൊണ്ടാണ്. കറുത്തവനായതിൻ്റെ പേരിൽ കൊല്ലപ്പെടുന്ന ലോകത്താണ് വളർന്നു എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വംശീയത ഇന്ന് ലോകത്തിൻ്റെ വിവിധ കോണുകളിലുണ്ട്. അതാണ് ഫലസ്തീൻ നമ്മോട് പറയുന്ന കഥ, അതാണ് മ്യാൻമർ നമ്മോട് പറയുന്ന കഥ. അതേ വംശീയ ഭീകരതയിലൂടെ തന്നെയാണ് നമ്മുടെ രാജ്യവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതും നമ്മൾ ഈ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മുടെ രാജ്യം എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ വംശീയ ഭ്രാന്തോടുകൂടി തന്നെയാണ് ഇന്ത്യ രാജ്യവും ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആത്മവിശ്വാസത്തിന് വക നൽകുന്ന, അതിജീവനത്തിൻ്റെ സാധ്യത തെളിയുന്ന ഒരുപാട് അനുകൂലമായ ഘടകങ്ങൾ ഈയിടെയായി നമ്മുടെ മുമ്പിൽ തുറന്നു വന്നിട്ടുണ്ട് എന്ന ഒരുപാട് ആ ഒരു വസ്തുതയെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഒരു ഡീപ് സ്റ്റേറ്റ് എന്ന സ്വഭാവത്തിൽ രാജ്യത്തിൻ്റെ സാമൂഹ്യ വ്യവസ്ഥ ഇനിയും നമ്മൾ നിരന്തരമായി അഭിമുഖീകരിക്കേണ്ടുന്ന അപകടകരമായ സ്വഭാവത്തിനാണ് ഉള്ളത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഗണപതി വിഗ്രഹം എന്ന് പറയുന്നത് ക്ലോണിങ്ങിൻ്റെ തുടക്കമാണ് എന്നും പുഷ്പക വിമാനം എന്ന് പറയുന്നത് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ തുടക്കമാണ് എന്നും വിശ്വസിക്കുക മാത്രമല്ല
ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ശാസ്ത്ര സമ്മേളനത്തിൽ ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ ധൈര്യം കാണിക്കുന്നിടത്താണ് നമ്മുടെ രാജ്യം എന്നുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ അടുത്ത മധ്യപ്രദേശിലും അതുപോലെ തന്നെ UP-യിലും ഗവൺമെൻറ് കാവടി യാത്രയുമായി ബന്ധപ്പെട്ട് കൊടുത്ത നിർദ്ദേശം കോടതിയാണ് ഇടപെട്ടത്. എന്താണ് നിർദ്ദേശമെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ കടയുടെ മുമ്പിൽ ആ കട ഉടമയുടെ പേരും അതുപോലെ തന്നെ ഡീറ്റെയിൽസും എഴുതി തൂക്കണമെന്നുള്ളതാണ്. ഒരു കാലഘട്ടത്തിൽ നാസി ജർമ്മനി ജൂതന്മാരോട് സ്വീകരിച്ച വംശഹത്യയുമായി ബന്ധപ്പെട്ട അപരവൽക്കരണത്തിൻ്റെ അപകടകരമായ സൂചനകളാണ് നമ്മൾ UP-യിൽ നിന്നും അതുപോലെ തന്നെ മധ്യപ്രദേശിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ, ബൈ ബർത്ത് ഒരാൾ ജനിക്കുന്നതോടുകൂടി അയാൾ ഉന്നതനും അതുപോലെ തന്നെ അധമനുമായി വിലയിരുത്തപ്പെടുന്ന ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹ്യ ക്രമത്തിലാണ് ഈ രാജ്യം ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് അവിടെയാണ് നിലകൊള്ളുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, മുസ്ലിം കമ്മ്യൂണിറ്റി, ക്രൈസ്തവ കമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകൾ തുടങ്ങിയുള്ള വ്യത്യസ്ത സാമൂഹ്യ ജനവിഭാഗത്തെക്കുറിച്ച് അവർ ഈ രാജ്യത്ത് യഥാർത്ഥത്തിൽ ആഭ്യന്തര ശക്തികളാണ്, ആഭ്യന്തര ശത്രുക്കളാണ്, അതുപോലെ തന്നെ രാജ്യത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യേണ്ടവരാണ് എന്ന് തങ്ങളുടെ അടിസ്ഥാന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി എന്നിട്ട് വംശീയ ഉന്മൂലന അജണ്ട നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് അത് ഏറ്റവും കൂടുതൽ അതിൻ്റെ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് പ്രഥമ ഘട്ടത്തിൽ അതിലവർ ഈ അർത്ഥത്തിൽ വംശീയമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് നേരെയാണ്. തൊട്ടുകൂടെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ക്രൈസ്തവ കമ്മ്യൂണിറ്റിയെ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെയെല്ലാം എല്ലാ അർത്ഥത്തിലും എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം നമ്മുടെ രാജ്യത്ത് നടപ്പാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ സോഷ്യൽ സിസ്റ്റം അങ്ങനെയാണ്, നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റം അങ്ങനെയാണ്. അതേസമയം തന്നെ അത്തരമൊരു സന്ദർഭത്തെ, അത്തരമൊരു സാമൂഹ്യ ക്രമത്തെ എല്ലാ അർത്ഥത്തിലും ശക്തിപ്പെടുത്തുന്ന സ്വഭാവത്തോടു കൂടിയുള്ള ഒരു വിദ്യാഭ്യാസ സിസ്റ്റം, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ്, ഇത്തരമൊരു അവസ്ഥയെക്കുറിച്ചാണ് 1922 കുമാരനാശാൻ പാടിയത്. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ, കെട്ടില്ലാത്തോർ, തമ്മിലുണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ എന്ന് 1922 കുമാരനാശാൻ ചൊല്ലിയത്. പക്ഷേ നമ്മൾ ജീവിക്കുന്നത് 2024 2024 ആ ജാതി കോമരങ്ങളാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിൻ്റെ സന്തുലിതാവസ്ഥയ്ക്ക് തന്നെ ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഈ ജാതി കോമരങ്ങൾ പൊളിറ്റിക്സിലുണ്ട്, ഈ രാജ്യകോമരങ്ങൾ അധികാര കേന്ദ്രങ്ങളിലുണ്ട്, ഈ ജാതി കോമരങ്ങൾ എക്സിക്യൂട്ടീവിലുണ്ട്, മീഡിയ സംവിധാനത്തിലകത്തുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായി വിലയിരുത്താവുന്നതാണ്. രാജ്യത്തിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് ചോദിച്ചാൽ, ഹെയ്റ്റ് രാജ്യത്തിൻ്റെ ഉള്ളടക്കമായി മാറുന്ന, ഡിസ്ക്രിമിനേഷൻ സാമൂഹ്യ വിവേചനം രാജ്യത്തിൻ്റെ മുഖമുദ്രയായി മാറുന്ന, റാഷിസം അഥവാ വംശീയത രാജ്യത്തിൻ്റെ ഐഡിയോളജിയായി മാറുന്ന ഒരു കാലത്ത് സാമൂഹ്യ മുന്നേറ്റം അസാധ്യമാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെയാണ് യഥാർത്ഥത്തിൽ MSS ഉയർത്തുന്ന ആശയം തന്നെ പ്രസക്തമാകുന്നത്. റാഷിസത്തിലൂടെ, അതുപോലെ തന്നെ ഡിസ്ക്രിമിനേഷനിലൂടെ, അതേപോലെ തന്നെ ഹെയ്റ്റ് ഉൽപാദനത്തിലൂടെ ഒരു സമൂഹത്തിന് മുന്നേറ്റം നടത്തുക സാധ്യമല്ല, അതിജീവനം പോലും സാധ്യമല്ല. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്നത് തന്നെ വൈവിധ്യമാണ് ഇന്ത്യയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ രാജ്യം നമ്മൾ പലപ്പോഴും അഭിമാനിക്കാറുള്ളത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി അഥവാ നാനത്വത്തിൽ ഏകത്വം എന്നതിൻ്റെ പേരിലാണ്. ഇന്ത്യ രാജ്യം ലോകത്തിന് തന്നെ മാതൃകയായത്. ഇതിനെയാണ് യഥാർത്ഥത്തിൽ നിരാകരിക്കുന്ന, റദ്ദ് ചെയ്യുന്ന വംശീയത നമ്മുടെ രാജ്യത്ത് ശക്തിപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് ഇസ്ലാമികമായ ഒരു കാഴ്ചപ്പാട് ഞാൻ അതിനെക്കുറിച്ച് പറയുക, ഇത് ഇബിലീസിയൻ തിയറിയാണ്. ഇബിലീസിയൻ തിയറി എന്ന് പറയാൻ കാരണം, ഇബിലീസിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സുജൂദ് ചെയ്യാൻ പറയുന്ന ഒരു സന്ദർഭം വിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. ഖാലമ മനാകാല തസ്ജുദ ഇദ് അമർതുക ഖാല അന ഖൈറും മിൻഹു ഖലഖ്തനി മിൻ നാർ വ ഖലഖ്തഹു മിൻ തീൻ എന്ന് ഇബ്ലീസ് മറുപടി കൊടുക്കുന്നുണ്ട്. ഇബ്ലീസ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇബ്ലീസ് പറഞ്ഞ ന്യായം എന്താണ്? ഞാൻ അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനാണ്, അതുപോലെ തന്നെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരാൾക്ക് അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരാൾ സുജൂദ് ചെയ്യുകയോ എന്നതായിരുന്നു ഇബ്ലീസിൻ്റെ ചോദ്യം. അഥവാ ഞാനാണ് ഉത്തമൻ എന്നുള്ളതാണ്, അഥവാ ഞാനാണ് ഉയർന്നവൻ എന്നുള്ളതാണ്. ഈ അഹങ്കാരത്തിൻ്റെ പേരാണ്, അതുപോലെ തന്നെ ഈ അഹംഭാവത്തിൻ്റെ പേരാണ്, ഈ വംശവിശുദ്ധിയുടെ ആശയരൂപമാണ് യഥാർത്ഥത്തിൽ വംശീയത എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ
വിശ്വസാഹോദര്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് മാത്രമേ, അഥവാ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മനുഷ്യ സമൂഹത്തിന് കൊടുക്കാവുന്ന ആദരവിൻ്റെയും തലത്തിൽ നിന്നുകൊണ്ട് മാത്രമേ ഇന്ത്യയെപ്പോലെ വൈവിധ്യമുള്ള വ്യത്യസ്ത ലെയറുകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, വ്യത്യസ്ത സംസ്കാരങ്ങൾ പുണർന്നുകൊണ്ടിരിക്കുന്ന, വ്യത്യസ്ത മതങ്ങളെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ത്യ പോലുള്ള രാജ്യത്ത് മുന്നോട്ട് പോകാൻ സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അത്തരം വൈവിധ്യത്തെ ഉൾക്കൊള്ളാനുള്ള ശേഷിയുള്ള ഒരു ഐഡിയോളജിയിൽ നിന്ന് നമുക്ക് മാനവിക മൂല്യങ്ങളെക്കുറിച്ച് എത്ര വേണമെങ്കിലും സംസാരിക്കാൻ നമുക്ക് കഴിയും. നമ്മളൊരിക്കലും ഒരർത്ഥത്തിലുമുള്ള വംശീയതയെ അംഗീകരിക്കാത്തവരാണ്. അതുകൊണ്ട് നമുക്ക് മാനവിക മൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനുള്ള ആശയമായ പരിസരം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിൽ ധാരാളമായി ഉണ്ട് എന്ന് നമുക്ക് കാണാവുന്നതാണ്. നമ്മൾ വിശുദ്ധ ഖുർആൻ തന്നെ പാരായണം ചെയ്യുന്ന ഘട്ടത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പാരായണം ചെയ്യുക. റഹ്മാനും റഹീമുമായ റബ്ബ് എന്നാണ് നമ്മൾ പറയുക. അള്ളാഹു റഹ്മാനാണ്, അതുപോലെ തന്നെ അള്ളാഹു റഹീമാൻ. മനുഷ്യരെക്കുറിച്ചും ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ആ അർത്ഥത്തിലുള്ളതാണ്. ഇത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഇടം കൊടുക്കാത്ത സ്വഭാവത്തിലാണ് മനുഷ്യരെക്കുറിച്ച് ഇസ്ലാം സംസാരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതുന്ന ഘട്ടത്തിൽ ബിസ്മി ചൊല്ലിയിട്ട് നമ്മൾ പറയുക അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹു എന്നുള്ളതാണ്. റബ്ബ് ആരാണ് എന്ന് ചോദിച്ചാൽ ലോകത്തിൻ്റെ രക്ഷിതാവാണ്. അതുപോലെ തന്നെ റബ്ബ് ആരാണ് എന്ന് ചോദിച്ചാൽ സൂറത്തുൻ നാസിൽ നമ്മൾ പറയുക ബി റബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ്, ജനങ്ങളുടെ റബ്ബാണ്, അതുപോലെ തന്നെ ജനങ്ങളുടെ രാജാവാണ്, അതുപോലെ തന്നെ ജനങ്ങളുടെ ഇലാഹാൻ. ആ അർത്ഥത്തിൽ യഥാർത്ഥത്തിൽ മനുഷ്യ സമൂഹത്തിൻ്റെ ജനങ്ങളുടെ റബ്ബ്, അതുപോലെ തന്നെ ജനങ്ങളുടെ ഇലാഹ്, അതുപോലെ തന്നെ ജനങ്ങളുടെ മാലിക് അഥവാ അള്ളാഹു, ജനങ്ങളുടെ രാജാതിരാജൻ എന്ന അർത്ഥത്തിലാണ് നമ്മൾ അള്ളാഹുവിനെ അല്ലെങ്കിൽ ദൈവസങ്കല്പത്തെ വരെ നമ്മൾ സമൂഹത്തിൻ്റെ മുമ്പാകെ വെക്കുന്നത്. ഈ അർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വലിയ മൂല്യങ്ങളെ, മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന വലിയ മൂല്യങ്ങളെ യഥാർത്ഥത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് മാത്രമേ ഈ കാലഘട്ടത്തിൽ നമുക്ക് സാമൂഹ്യ മുന്നേറ്റം സാധിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥത്തിൽ സാമൂഹ്യ മുന്നേറ്റം എന്ന് പറയുന്നത് ഉള്ളവൻ്റെ മുന്നേറ്റമാകാൻ പാടില്ല, വെളുത്തവൻ്റെ മുന്നേറ്റമാകാൻ പാടില്ല. അതുപോലെ തന്നെ മുഴുവൻ മനുഷ്യരും ഗുണഭോക്താക്കളാകുന്ന ഒരു മുന്നേറ്റമാണ് ഈ കാലഘട്ടത്തിൽ നടക്കേണ്ടത്. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ പോലും ഇപ്പോൾ ഒരുപാട് അവകാശവാദങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഞാനതിൽ ഇത്തരം മഹത്തായ ഒരു സമ്മേളനത്തിൽ കക്ഷി ചേരാൻ ആഗ്രഹിക്കുന്നില്ല. അവകാശവാദം എന്താണ്? മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് നേരെ പ്രീണനം നടന്നുകൊണ്ടിരിക്കുന്നു, അതുപോലെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റി ഒരുപാട് അനർഹമായി നേടിക്കൊണ്ടിരിക്കുന്നു എന്ന് തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉദ്യോഗ മണ്ഡലങ്ങളിൽ, അധികാര മണ്ഡലങ്ങളിൽ, അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ മുഴുവൻ സംവിധാനങ്ങളും ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കി കഴിഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പ്രാതിനിധ്യം നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് പലപ്പോഴും മുസ്ലിം സംഘടനകൾ ഭരണകൂടത്തോട് പറഞ്ഞത്, ഭരണകൂടം ദയവ് ചെയ്ത് ഒരു ധവളപത്രം പുറത്തിറക്കണം. ആ ധവളപത്രം പുറത്തിറക്കിയിട്ട് അധികമായിട്ട് മുസ്ലിം സമുദായം വല്ലതും നേടിയിട്ടുണ്ട് എങ്കിൽ നമുക്കത് തിരിച്ചു കൊടുക്കുന്നതിനെക്കുറിച്ച് വരെ ആലോചിക്കാവുന്നതാണ്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പ്രചരണം ഇളക്കിവിടുക എന്ന് പറയുന്നത് പോലും ഈ അർത്ഥത്തിൽ ഒരുമിച്ച് കൊണ്ടുപോകാനും ഒരുമിച്ച് രാജ്യത്തെ നിലനിർത്തുന്നിടത്തുമുള്ള അപകടകരമായ തെറ്റായ പ്രവണതകളാണ്. ഇവിടെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ സമൂഹത്തിൻ്റെ വൈവിധ്യത്തെ ചേർത്ത് നിർത്താനും മനുഷ്യരാദമിൻ്റെ മക്കളായി കാണാനുമുള്ള ആശയപരമായ ഒരു പരിസരം നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെക്കുറിച്ച് പറയുന്നത്, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരി വ ഉൻസ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളെല്ലാവരും ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പരസ്പരം ഗോത്രങ്ങളും വർഗ്ഗങ്ങളുമാക്കി തിരിച്ചത് നിങ്ങളെ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി മാത്രമാണ്. എൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ പേര് മനുഷ്യൻ എന്നാണ് എന്നും, എൻ്റെ സ്ഥലം എവിടെ എന്നാണ് ചോദിച്ചാൽ എൻ്റെ സ്ഥലം ഭൂമി എന്നാണോ എന്ന് ഞാൻ മറുപടി പറഞ്ഞാൽ ഒരിക്കലും എന്നെ തിരിച്ചറിയുക സാധ്യമല്ല. അതുകൊണ്ട് എന്നെ തിരിച്ചറിയാനുള്ള പേരാണ്, അതുപോലെ തന്നെ എന്നെ തിരിച്ചറിയാനുള്ള എൻ്റെ ലൊക്കേഷൻ്റെ പേരാണ് എൻ്റെ നാട് എന്ന് പറയുന്നത്. അതിനപ്പുറത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും മഹത്വമുണ്ട് എങ്കിൽ അത് ദൈവത്തോടുള്ള തഖ്വയുടെയും അതുപോലെ തന്നെ ദൈവത്തോടുള്ള ഭയഭക്തിയുടെയും അടിസ്ഥാനത്തിലാണ് എന്ന് വളരെ കൃത്യമായി വിശുദ്ധ വേദഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നതായി നമുക്ക് കണ്ടെത്താവുന്നതാണ്. ഈ അർത്ഥത്തിൽ മനുഷ്യനെ മനുഷ്യനായി കാണുക, വേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ, ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ, പ്രവാചകൻ്റെ തിരുചര്യയുടെ അടിസ്ഥാനത്തിൽ തന്നെ മനുഷ്യരെ മനുഷ്യരായി കാണുന്നവർക്ക് ദയയെക്കുറിച്ച്, കാരുണ്യത്തെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച്, ആദരവിനെക്കുറിച്ച് ഈ കാലഘട്ടത്തിൽ സംസാരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ പ്രവാചകൻ ലോകത്തോട് വിട പറയുന്നതിന് മുമ്പ്
അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ വിടവാങ്ങൽ പ്രഭാഷണത്തിൻ്റെ ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നടത്തിയ പ്രഭാഷണത്തിൻ്റെ വചനങ്ങൾ അല്ലെങ്കിൽ വാക്യങ്ങൾ ഈ പറയുന്ന ഈ പുതിയ കാലത്തും ഈ സമൂഹത്തിൻ്റെ അകത്തും ഏറെ പ്രസക്തമായ മാർഗനിർദ്ദേശങ്ങളാണ്. മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട മനുഷ്യ മഹത്വവുമായി ബന്ധപ്പെട്ട വളരെ എടുത്തു പറയേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങളാണ്. അതിനകത്ത് പ്രവാചകൻ പറയുന്നുണ്ട്, യാ യുഹന്നാസ് അല ഇന്ന റബ്ബക്കും വാഹിദും വ ഇന്ന അബാക്കും വാഹിദുൻ, നിങ്ങളുടെ റബ്ബ് ഒന്നാൻ, നിങ്ങളുടെ രക്ഷിതാവ് ഒന്നാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഇന്ന് ജീവിക്കുന്ന അങ്ങേയറ്റത്തെ അപകടകരമായ ജാതീയതയിൽ അധിഷ്ഠിതമായ സാമൂഹ്യ വ്യവസ്ഥക്കകത്ത് നിന്നുകൊണ്ട് ഉള്ളവനെന്നും ഇല്ലാത്തവനെന്നും ഉയർന്നവനെന്നും താഴ്ന്നവനെന്നുമുള്ള വ്യത്യസ്തമായ തട്ടുകളിൽ കിടക്കുന്ന സാമൂഹ്യ ക്രമത്തിനകത്ത് നിന്നുകൊണ്ട് നിങ്ങളുടെ നാഥൻ ഒന്നാണ്. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ റബ്ബ് ഒന്നാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ പിതാവ് ഒന്നാണ്. ഒന്നിൽ നിന്ന് നിങ്ങൾ തുടങ്ങിയവരാണ്. എന്നിട്ട് പ്രവാചകൻ പറയുന്നത്, അലാല ഫദ്ലലി അറബിയൻ അല അജമി വലാലി അബീദിൻ അല അസ്വദ് വലാലി എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പറയുന്നത്, നിങ്ങളിൽ യഥാർത്ഥത്തിൽ കറുത്തവന് അറബിക്ക് അനറബിയേക്കാളോ അതുപോലെ തന്നെ കറുത്തവന് വെളുത്തവനേക്കാളോ അല്ലെങ്കിൽ വെളുത്തവന് ചുവന്നവനേക്കാളോ നിറത്തിൻ്റെ പേരിൽ, തൊലി നിറത്തിൻ്റെ പേരിൽ ആർക്കും ഏതെങ്കിലും അർത്ഥത്തിലുള്ള യാതൊരു ഔന്നിത്യവും ഇല്ല എന്ന് പ്രവാചകൻ തൻ്റെ വിടവാങ്ങൽ പ്രഭാഷണത്തിൽ ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ്. നമ്മൾ 14 നൂറ്റാണ്ട് മുമ്പ് പ്രവാചകൻ മനുഷ്യനുമായി ബന്ധപ്പെട്ട് നൽകുന്ന ഇത്തരം മാർഗനിർദ്ദേശങ്ങൾ 21-ാം നൂറ്റാണ്ടിലെ ഈ കാലഘട്ടത്തിലും മനുഷ്യനുമായി ബന്ധപ്പെട്ട മനുഷ്യൻ എന്ന ആശയത്തെ, മാനവിക മൂല്യങ്ങൾ നിർവചിക്കുന്നിടത്ത് വളരെ പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശങ്ങളാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ മാനവിക മൂല്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന വ്യവസ്ഥിതിയെ കൂടി നിശ്ചിതമായ നിരൂപണങ്ങൾക്കും അതുപോലെ തന്നെ വിശകലനത്തിന് വിധേയമാക്കിക്കൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാൻ കഴിയേണ്ടതുണ്ട്. മനുഷ്യരെ പരിഗണിക്കുന്ന, ദൈവം ആദരിച്ച സൃഷ്ടി എന്ന അർത്ഥത്തിൽ അവനെ ചേർത്ത് നിർത്തുന്ന, നമുക്കെല്ലാവർക്കും അറിയാം 600 കോടി ജനങ്ങളെയും ചേർത്ത് നിർത്തുന്ന ഒരൊറ്റ ഐഡൻറ്റിറ്റിയേ ഉള്ളൂ, അത് മനുഷ്യൻ എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിൽ നിന്നാണ് ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ ഹ്യൂമാനിസം തന്നെ രൂപപ്പെടുത്തിയെടുക്കേണ്ടത്. ആരെയും ചെറുതായി കാണാത്ത ഒരു സമീപനം സ്വീകരിക്കുവാൻ ഈ കാലഘട്ടത്തിലും മനുഷ്യർക്ക് കഴിയേണ്ടതുണ്ട്. പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ പ്രബോധനത്തിൻ്റെ കാലഘട്ടത്തിൽ പ്രവാചകൻ ആ സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന ഒരു ജനവിഭാഗവുമായി പ്രവാചകൻ സംസാരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അറിയാം, ആ സംസാരം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ താല്പര്യത്തെ മാത്രം മുൻനിർത്തിയുള്ള സംസാരമാണ്, മറ്റൊന്നുമല്ല. അവരെ ഹിദായത്തിലേക്ക് കൊണ്ടുവരാനാണ്. ഖുറൈശി പ്രമുഖരോടാണ് സംസാരിക്കുന്നത്. ആ സന്ദർഭത്തിലാണ് പ്രവാചകൻ്റെ അരികിലേക്ക് ഉമ്മ മക്തൂം എന്ന് പറയുന്ന അന്ധനായ ഒരാൾ കയറി വരുന്നത്. അന്ധനായ ഉമ്മ മക്തൂം വന്നപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ മുമ്പിലിരിക്കുന്നത് പ്രമാണിമാരാണ്. ആ പ്രമാണിമാരോട് സംസാരിക്കുന്ന പ്രവാചകൻ അവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഭൗതികമായ മറ്റൊന്നുമല്ല, അവരിലേക്ക് അള്ളാഹുവിൻ്റെ ഹിദായത്ത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവരെ പരിഗണിക്കുകയും അതേസമയം തന്നെ ഉമ്മ മക്തൂമിന് വേണ്ടത്ര പരിഗണന കൊടുക്കാതെ പോവുകയും ചെയ്തപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ പ്രവാചകനെ തിരുത്തുന്നുണ്ട്. അബസവത്തവല്ല അൻജാഅഹുൽ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകനെ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ സുന്ദരമായി ഇസ്ലാമിൻ്റെ ഉജ്ജ്വലമായ മനുഷ്യ മഹത്വത്തിൻ്റെ സന്ദേശം ഉദ്ഘോഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന സംസാരിക്കുന്നത് നമുക്ക് കണ്ടെത്താവുന്നതാണ്. ഈ അർത്ഥത്തിൽ നമുക്ക് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിൽ ധാരാളക്കണക്കിന് അനുഭവങ്ങൾ കാണാവുന്നതാണ്. നിങ്ങൾക്കറിയാം, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിൻ്റെ ആശയങ്ങളെ ഉജ്ജ്വലമായി ലോകത്ത് പ്രയോഗവൽക്കരിച്ച ഖിലാഫത്തിൻ്റെ ഉടമയാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഈജിപ്തിലെ ഗവർണറായിരിക്കുമ്പോഴാണ് അവിടെയുള്ള ഗവർണറുടെ മകൻ ഒരു കിബിത്തിയുടെ കൂടെ ഓട്ടപ്പന്തയം നടത്തുന്നത്. കിബിത്തിയുടെ കൂടെ ഓട്ടപ്പന്തയം നടത്തിയപ്പോൾ ആ ഓട്ടപ്പന്തയത്തിൽ അയാൾ പരാജയപ്പെട്ടു. മുഹമ്മദ് പരാജയപ്പെട്ടപ്പോൾ അയാളെ ചാട്ടവാറ് കൊണ്ട് അടിച്ചു. ഇവരെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ വരുന്നുണ്ട്. ആ ഘട്ടത്തിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചെയ്യുന്നത്, അയാളെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് അദ്ദേഹത്തിൻ്റെ മകനെ വിളിക്കുന്നുണ്ട്. ഈ കിബിത്തിയായ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പിതാവിനെയും വിളിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവിനെയും വിളിക്കുന്നുണ്ട്. രണ്ടുപേരെയും കൊണ്ടുവന്നതിന് ശേഷം വിചാരണയ്ക്ക് വിധേയമാക്കിയിട്ട് ചാട്ടവാറ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഈ കിബിത്തിയുടെ കയ്യിൽ കൊടുത്ത് അംർ ഇബ്നുൽ ആസിൻ്റെ മകനെ തല്ലാൻ ആവശ്യപ്പെടുന്നുണ്ട്. ആരും നിസ്സാരരല്ല. എല്ലാ മനുഷ്യരെയും
മനുഷ്യരായി കാണാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ഉദ്ഘോഷിക്കുന്ന ആശയം എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ മനുഷ്യനെ ചേർത്ത് നിർത്തുന്ന മാനവിക മൂല്യങ്ങളെ ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് മാത്രമല്ല. കൾച്ചറൽ വാല്യൂസ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. സാമൂഹ്യ മുന്നേറ്റവുമായി ബന്ധപ്പെട്ട ഇത്തരം പൊളിറ്റിക്കൽ വാല്യൂസ് മാത്രമല്ല, കൾച്ചറൽ വാല്യൂസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറയുന്ന ഒരു ലിബറൽ സാമൂഹ്യ ക്രമത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളറിയാതെ നമ്മുടെ കുടുംബമെല്ലാം ലിബറലിസത്തിൻ്റെ വഴിയെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ പലപ്പോഴും നമ്മോട് നിരന്തരമായി ഉത്ബോധനം നടത്തുന്ന നമ്മുടെ ഭരണകൂട സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ ജെൻഡർ ന്യൂട്രലായ ഒരു സൊസൈറ്റിയെ വളർത്തിയെടുക്കാനുള്ള ആസൂത്രിതമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരമൊരു ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ കൾച്ചറൽ വാല്യൂസ് കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് മുഴുവൻ ജനസമൂഹത്തെയും സാമൂഹിക ജനവിഭാഗങ്ങളെയും ചേർത്ത് നിർത്തി, അതുപോലെ തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജനവിഭാഗത്തെയും അതുപോലെ ചേർത്ത് നിർത്തുന്നതോടൊപ്പം ഇസ്ലാമിൻ്റെ ഇത്തരം വാല്യൂസ് കൂടി ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ ഈ കാലഘട്ടത്തിൽ നമുക്ക് സാമൂഹ്യ മുന്നേറ്റം സാധ്യമാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട. ഇങ്ങനെയുള്ള അഥവാ ഈ കാലഘട്ടത്തിലെ രാഷ്ട്രീയമായ ഇത്തരം സാഹചര്യത്തെ ഇസ്ലാമിക അടിത്തറകളിൽ നിന്നുകൊണ്ട് വിലയിരുത്തുകയും ഇസ്ലാമിൻ്റെ ആശയ പരിസരത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഇസ്ലാമിൻ്റെ ഈ വളരെ വിശാലമായ ഇസ്ലാമിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തോളം ആഴത്തിലുള്ള നേരത്തെ നടന്ന യുവാക്കളുമായി ബന്ധപ്പെട്ട വേദിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇസ്ലാമിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തോളം വിശാലമാണ്. ഇസ്ലാമിൻ്റെ ക്യാൻവാസ് എന്ന് പറയുന്നത് ലോകത്തോളം വിശാലമാണ്. നിങ്ങൾക്ക് ജീവിതവുമായി ബന്ധപ്പെട്ട നമ്മൾ അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങളിൽ, നമ്മൾ ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി സമസ്യകളിൽ നമുക്ക് പൂരണം കണ്ടെത്താൻ കഴിയുന്ന മാർഗനിർദ്ദേശങ്ങൾ ഇസ്ലാമിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ അർത്ഥത്തിൽ ഈ കാലഘട്ടത്തോട് സംവദിക്കാവുന്ന ഐഡിയോളജിയെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് മറ്റൊരു ഐഡിയോളജിയെ കണ്ടെത്തുക സാധ്യമല്ല. ലിബറലിസത്തോട്, അതുപോലെ തന്നെ നവനാസ്തികതയോട്, അതുപോലെ തന്നെ വംശീയതയിൽ അധിഷ്ഠിതമായ ഈ പറയുന്ന പൊളിറ്റിക്കൽ സിസ്റ്റത്തോട്, അതേപോലെ തന്നെ ജാതീയതയിൽ അധിഷ്ഠിതമായ സോഷ്യൽ സിസ്റ്റത്തോട്, ഇത്തരം സിസ്റ്റങ്ങളോട് ആശയപരമായി സംവദിക്കാൻ കഴിയുന്ന ശേഷിയുള്ള ഒരു ദർശനത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ, പഠിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഐഡിയോളജിക്കൽ പവർ നമുക്ക് ആ സന്ദർഭത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. സത്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഇസ്ലാമിക ഭൂമികയിൽ നിന്നുകൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ ആധുനികമായ ജാഹിലിയത്തിനെതിരെയുള്ള ശക്തമായി ഉയർന്നു വരുന്ന നീക്കങ്ങൾ, മുസ്ലിം സമൂഹത്തിൻ്റെ പ്രബുദ്ധത, അവരുടെ ഉണർവ്, അവരുടെ രാഷ്ട്രീയ ബോധം, അവരുടെ ഐക്യം, അതുപോലെ തന്നെ അവർ യോജിച്ച് ഇന്ന് നവനാസ്തികതയോടും ലിബറലിസത്തോടും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമീപനം, ഇതെല്ലാം പലപ്പോഴും ഇസ്ലാമിക സമൂഹത്തിന് നേരെ തന്നെ ഇസ്ലാമോഫോബിയയുടെ മറുപിടിച്ചുകൊണ്ട് തെറ്റായ സ്വഭാവത്തിലുള്ള ആക്രമണങ്ങളും തെറ്റായ സ്വഭാവത്തിലുള്ള പ്രചരണങ്ങളും നടത്തുന്നതിന് പലർക്കും പ്രചോദനമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ചിലരെങ്കിലും സൂചിപ്പിക്കുന്നത് ഇത് പൊളിറ്റിക്കൽ ഇസ്ലാമാണോ, ഇത് കൾച്ചറൽ ഇസ്ലാമാണോ എന്ന് തുടങ്ങിയുള്ള ഒരുപാട് ചോദ്യസ്വരങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പാകെ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്ലാമോഫോബിക്കായ ഒരു അന്തരീക്ഷത്തിനകത്ത് മറ്റുള്ളവർക്കുള്ള പല പ്രിവിലേജും ഇല്ലാത്തൊരു കമ്മ്യൂണിറ്റി എന്ന അർത്ഥത്തിൽ മറ്റുള്ളവർക്കുള്ള ഒരു പ്രിവിലേജും നമുക്കില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ കഴിഞ്ഞ തവണ നമുക്ക് കളമശ്ശേരിയിൽ ഒരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായി. നമ്മൾ അതിനുശേഷം ആ കളമശ്ശേരി ബോംബ് സ്ഫോടനം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്ത ബോംബ് ബ്ലാസ്റ്റാണ്. ഒരു മതസമൂഹത്തിനകത്ത് ഒരു ആരാധനാ കർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടന്നൊരു ബോംബ് ബ്ലാസ്റ്റാണ്. ആ ബോംബ് ബ്ലാസ്റ്റ് നടന്ന ഒരു ഘട്ടത്തിൽ ലോകം മൊത്തം, അതല്ലെങ്കിൽ സമൂഹം മൊത്തം സ്തംഭിച്ച് നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ അതിൽ ഭയപ്പെട്ട ഒരു ജനത ആരാണെന്ന് ചോദിച്ചാൽ, ഏറ്റവും കൂടുതൽ അതിൽ ആശങ്ക വന്ന ഒരു ജനത, അല്ലെങ്കിൽ ഏതോ അർത്ഥത്തിൽ ആകുലപ്പെട്ട ജനത ഏതാണെന്ന് ചോദിച്ചാൽ മുസ്ലിം സമൂഹമാണ്. ഏത് നേതൃത്വമാണ് അതിൽ നെട്ടിയത് എന്ന് ചോദിച്ചാൽ മുസ്ലിം നേതൃത്വമാണ്. എന്തിനാണ് ഈ കൊച്ചു കേരളത്തിൽ ഒരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടാകുമ്പോൾ മുസ്ലിം സമൂഹം നെട്ടുന്നത് എന്ന് ചോദിച്ചാൽ, മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രാർത്ഥന അതൊരു മുസ്ലിം ആകരുതേ എന്നുള്ളതാണ്. ഇതിൻ്റെ പേരാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. അഥവാ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്വം മുസ്ലിം സമൂഹത്തിൻ്റെ മേൽ കെട്ടിവെക്കപ്പെടുന്ന, എല്ലാറ്റിലും മുസ്ലിം സമുദായം വിശദീകരണം കൊടുക്കേണ്ടി വരുന്ന, എല്ലാ വിഷയത്തിലും മുസ്ലിം സമുദായം മറുപടി പറയേണ്ടി വരുന്ന, ഏറ്റവും അവസാനത്തെ കാഫിർ പ്രയോഗം വരെ ഈ രാജ്യത്ത് ഇന്നത്തെ സാഹചര്യത്തിൽ ചമച്ചുണ്ടാക്കിയ ഒരാശയമാണ്. ഇത്തരം ഒരു ഘട്ടത്തിലാണ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ ഈ ഒരു ഇസ്ലാമോഫോബിക്കായ അന്തരീക്ഷത്തിൽ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇസ്ലാമിൻ്റെ വിശാലമായ പ്രതലത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇതിനോട് സംവദിക്കാനുള്ള ശേഷി നമ്മൾ നേടിയെടുക്കണമെന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരുന്നത്. നമ്മൾ ഇസ്ലാമിനെ വായിക്കേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഈ കാലഘട്ടത്തിൽ ശത്രുക്കൾ നമുക്ക് പകർന്നു നൽകുന്ന ഫ്രെയിമിൽ വെച്ചല്ല ഇസ്ലാമിനെ നമ്മൾ വായിക്കേണ്ടത്,
പ്രവാചകന്മാരും അതുപോലെ തന്നെ വിശുദ്ധ വേദഗ്രന്ഥമാകുന്ന ഖുർആനും നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഫ്രെയിമിൽ വെച്ചുകൊണ്ട് തന്നെ ഇസ്ലാമിനെ വായിക്കുവാനും ആ ഇസ്ലാമിക അടിത്തറകളിൽ നിന്നുകൊണ്ട് സാമൂഹ്യ സാഹചര്യങ്ങളെ വിലയിരുത്താനും ആ ഇസ്ലാമിക അടിത്തറകളിൽ നിന്നുകൊണ്ട് സോഷ്യൽ എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് ചിന്തിക്കുവാനും ആ ഇസ്ലാമിക അടിത്തറകളിൽ നിന്നുകൊണ്ട് വ്യത്യസ്തമായ വൈവിധ്യങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു സെക്യുലർ ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തെ നിലനിർത്തുവാനും നമുക്ക് സാധിക്കും. അത് സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ഉമ്മ ഈ കാലഘട്ടത്തിൽ അവർക്ക് നിർവഹിക്കാനുള്ള ധർമ്മം അവർ ഭംഗിയായി നിർവഹിച്ചു എന്ന് പറയാൻ കഴിയുകയുള്ളൂ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇന്നത്തെ ഇന്ത്യൻ മുസ്ലിങ്ങൾ അതിൽ പ്രബുദ്ധരാൻ, ഇന്നത്തെ കേരളത്തിലെ മുസ്ലിം സമുദായം അതിൽ പ്രബുദ്ധരാൻ. ആ പ്രബുദ്ധത കൂടിയാണ് ഈ കഴിഞ്ഞ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുണ്ടായ ഏറ്റവും വലിയ ഈ സംഘപരിവാറിന് വമ്പിച്ച തിരിച്ചടി ഏൽപ്പിക്കപ്പെട്ട വമ്പിച്ച മാറ്റം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ ഉത്തരവാദിത്വത്തോടു കൂടി പറയാൻ കഴിയും, ദേശീയ തലത്തിൽ ചരിത്രത്തിലില്ലാത്ത വിധം മുസ്ലിം സംഘടനകൾ ഏകോപിച്ച് നിൽക്കുകയും മുസ്ലിം വോട്ട് കൺസോളിഡേറ്റ് ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ അത് ശിഥിലമാകാനുള്ള അന്തരീക്ഷത്തെ തടയിടുകയും ചെയ്ത ഒരു ഇലക്ഷനാണ് കഴിഞ്ഞ തവണ പിന്നിട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ അർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ എല്ലാവരോടും ചേർന്ന് നിന്നുകൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുവാൻ മാനവികമായ മൂല്യങ്ങളിൽ നിന്നുകൊണ്ട് ഒരു സമൂഹം എന്ന അർത്ഥത്തിൽ എപ്പോഴും ഒരു പ്രിവിലേജുമില്ലാതെ അവരെ ഒരു പ്രതിരോധപരമായ സമീപനം സ്വീകരിക്കുന്നതിന് പകരം അങ്ങേയറ്റം ഇനീഷ്യേറ്റീവായ സ്റ്റെപ്പ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തീർച്ചയായിട്ടും മുസ്ലിം സമുദായം വളർന്നിരിക്കുന്നു. അതുപോലെ തന്നെ അവരിലെ പുതിയ തലമുറ വളർന്നിരിക്കുന്നു. ആ അർത്ഥത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം വിടുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.